എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹൈബ്രിഡ് വിത്ത് D×T ഉണ്ടാക്കി അത് പാകുന്നത് വരെ ഉള്ള കംപ്ലീറ്റ് പ്രോസസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോ. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഉടനെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പറ്റാവുന്നത്ര സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീഡിയോ തുടങ്ങുമ്പോൾ അല്ലികൾ വെട്ടിയ ഒരു പൂങ്കുല നിങ്ങൾക്ക് കാണാം. അത് അന്ന് ഈ ഹൈബ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം, എൻ്റെ ചാനലിലുണ്ട്. ഇപ്പോൾ ആ വിത്തുകൾ പാകമായി മൂത്ത് ഉണങ്ങി. അത് കയറൊക്കെ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. വിത്തുകൾ താഴെ വീഴാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൊല വെട്ടി കയറ് കെട്ടി ഇറക്കണം, അല്ലെങ്കിൽ ഓരോന്ന് പൊട്ടിച്ചെടുക്കണം. യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് വീഴാതിരിക്കാൻ തെങ്ങിൻ്റെ ചോട്ടിൽ നെറ്റ് കെട്ടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ താഴെ വിടാതെ ഞാൻ ചെറിയൊരു കോണി വെച്ച് കയറി, ഏകദേശം ഒരു 10 അടിക്കൊക്കെ ഉള്ളൂ തടി കോണി വെച്ച് കയറി. അതിൽ നിന്ന് ആദ്യം ഒരു 5-6 എണ്ണം പിരിച്ചെടുത്തു. മൊത്തത്തിൽ 11 എണ്ണം ഉണ്ട് ആ ബെഞ്ചിൽ, 11 എണ്ണമാണ്. ബാക്കിയുള്ളത് ഒരു വെട്ടി കൊലയായിട്ട് ഞാൻ എടുത്തു താഴ്ത്തിക്ക്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, അതായത് നമ്മൾ ഹൈബ്രിഡ് വിത്ത് ഒരു 2 മാസം മുമ്പാണ് ചെയ്തത്. 2-2.5 മാസമായി ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കാൻ എന്ന രീതി ഞാൻ കാണിച്ചിരുന്നു. മറ്റൊരു വീഡിയോ ഉണ്ടാകാൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, പൂങ്കുലയിൽ എന്താണ് ചെയ്യുന്നത്. പൂങ്കുല വന്ന മുതൽ വിത്താകുന്നത് വരെയുള്ളത് സ്റ്റെപ്സ് നിങ്ങൾക്കിതിൽ കാണാം. വിത്ത് മുളച്ചത് വേറെയുണ്ട്. ഞാൻ മുളപ്പിച്ചത് ഒരു 2-3 മാസം മുമ്പ് ഞാൻ ഗ്രോ ബാഗിൽ നട്ട് മുളപ്പിച്ച 2 തരം തൈകളുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ വഴി നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.